അതിരാവിലെ 6 മണി ഇപ്പോൾ സമയം. നമ്മളുള്ളത് ലങ്കാവി. നമ്മളിപ്പം വന്നിട്ട് ലങ്കാവിലെ പന്തായ് സനാങ് ബീച്ചിലാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ് പന്തായ് സനാങ്. ഈ ബീച്ചിലാണ് എല്ലാ ടൂറിസ്റ്റും വരുന്നത്, പ്രത്യേകിച്ച് ഫോറിനേഴ്സ്. വേറെ പല ബീച്ചുകളുണ്ടെങ്കിലും ഇതാണ് ഏറ്റവും ഫേമസ് ആയ ബീച്ച്. നേരത്തെ നമ്മൾ വരുന്ന സമയത്ത് ആ കാണുന്ന ആ മലയുടെയും അവിടെ ലങ്കാവി എന്ന് വലിയ ബോർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഹോട്ടൽ ഇപ്പോൾ പുതുതായിട്ട് വരുന്നതാണ്. പണ്ട് വരുമ്പോൾ ഈ സ്ഥലങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ നേരത്തെ വരുമ്പോൾ അതൊക്കെ ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. ഈ ഹോട്ടൽസ് ഇതെല്ലാം ഇതിൻ്റെ പുറകിലത്തെ റോഡിലായിരുന്നു പ്രോപ്പർട്ടീസൊക്കെ ഉണ്ടായിരുന്നത്. ഇതിപ്പം ശരിക്കും ബീച്ചിനോട് ചേർന്ന് ഈ പ്രോപ്പർട്ടികളെല്ലാം വന്നു. ഇത് ഒരു 10 വർഷം മുമ്പ് വന്ന ആ സമയത്തുള്ളതാണ് പറയുന്നത്. ഇപ്പം കുറേയും കൂടെ പ്രോപ്പർട്ടീസ് ഇവിടെ ഉണ്ട്. ആ ഒരു കൊറോണയ്ക്ക് ശേഷമുള്ള ലങ്കാവി എന്ന് പറയുന്നത് കാര്യമായ വലിയൊരു ക്രൗഡൊന്നും ഇവിടെ കാണുന്നില്ല. വളരെ സൈലൻ്റാണ്. ഇതിപ്പോൾ രാവിലെ ആയിട്ടാണ്, എന്നാലും നമുക്ക് ഈവനിങ്ങിലും ഒരു ഓവർ ക്രൗഡായിട്ട് ഇവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടെയുള്ള ടൂർ ഓപ്പറേറ്റേഴ്സ് പറയുന്നത് കൊറോണയ്ക്ക് ശേഷം അത്ര ബൂമിങ് ആയില്ല മലേഷ്യയിലെ ടൂറിസം എന്ന്. പിന്നെ ഈ മലേഷ്യയിലുള്ളവരുടെ ഒരു ആറ്റിറ്റ്യൂഡും അത്ര ശരിയല്ല. ഇപ്പം കോലാലംപൂരിലൊക്കെ നമുക്ക് കിട്ടിയ അനുഭവം എന്ന് പറയുന്നത് ഇച്ചിരി റൂഡാണ്. അവിടെയുള്ള ആൾക്കാർ അത്ര ഒരു ഫ്രണ്ട്ലി അല്ല. നമുക്കൊരിക്കലും തായ്ലൻഡുമായിട്ടോ ഇപ്പം ഇന്തോനേഷ്യയിലോട്ട് പോയിട്ടില്ല. ഇനിയും ഇന്തോനേഷ്യ ചെല്ലുമ്പോൾ അറിയാം അവിടുത്തെ എങ്ങനെയാണ് നമ്മളോടുള്ള ഹോസ്പിറ്റാലിറ്റിന്ന്. ഇവിടെ പക്ഷേ ഒരു 100 മാർക്കിൽ ഒരു 50 മാർക്ക് കൊടുക്കാം, അത്രയേ ഉള്ളൂ. വളരെ മോശം ആറ്റിറ്റ്യൂഡാണ് ഇവരുടെ. വലിയ എക്സസൈസ് ചെയ്യുന്ന ടൂറിസ്റ്റുകൾ, ഇവരൊക്കെ ടൂറിസ്റ്റുകളാണ്, എക്സസൈസ് ചെയ്യുകയാണ്. നല്ല രസമല്ലേ, ക്ലൈമറ്റും അടിപൊളി. നമ്മളങ്ങനെ ചെക്കൗട്ട് ചെയ്യുകയാണ്. ഇനിയും നേരെ കോലാലംപൂർ. നമ്മൾ താമസിച്ചിരുന്ന ഷെല ഇതാണ്. ഇവിടെ നേരെ നമ്മൾ എയർപോർട്ടിലോട്ട് പോകുന്നു. എൻ്റെ കാർ ഇതായിരുന്നു. ഇതിപ്പോൾ നമ്മൾ നേരെ എയർപോർട്ടിൽ കൊടുത്തിട്ട് പോവും. ഇവിടെ ഒരു അണ്ടർ വാട്ടർ വേൾഡ് ഉണ്ട്. റോയൽ ഇതും കണ്ടൽക്കാടുകളാ. ഇതിനകത്ത് സ്ഥലങ്ങളാ മൊത്തം. ആസിയൻ ഈ സമ്മിറ്റിന്റെ ബോർഡാ ലങ്കാവി മൊത്തം ആയിരിക്കും. ഇവിടെ ലൈനായിട്ട് റെസ്റ്റോറൻറ്റുകളും റിസോർട്ടുകളും നല്ല രസമുള്ള ഏരിയ എല്ലാം ഇതുപോലത്തെ സംഭവങ്ങൾ. പക്ഷെ ഒത്തിരി ഇടയ്ക്കിടയ്ക്ക് ചില റിസോർട്ടുകളെല്ലാം അടഞ്ഞു കിടപ്പുണ്ട്. ഇവിടെ ഡേ ക്രൂസ് ഉണ്ട്, പ്രൈവറ്റ് ക്രൂസ് ഉണ്ട്, സൺസെറ്റ് ക്രൂസ് ഉണ്ട്. അങ്ങനെ പല ക്രൂസുകളുണ്ട്. നമ്മൾ എയർപോർട്ട് ലക്ഷ്യമാക്കി പോവുകയാണ്. നമ്മളങ്ങനെ എയർപോർട്ടിലെത്തുന്നു. അതെ ഇവിടെ അടുത്ത ലങ്കാവി എയർപോർട്ട് ആ പാട് ഇത്രയേ ഉള്ളൂ. നമ്മൾ വണ്ടി കൊണ്ടുവന്ന് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നോക്കുക അതിൻ്റെ റെൻ്റക്കാരൻ്റെ ആൾക്കാർ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ. നമ്മൾ എയർപോർട്ടിൽ വന്നു. ഭയങ്കര ക്യൂ ആണ് ഇവിടെ. 2-3 ഫ്ലൈറ്റ് ഒരുമിച്ച് പോകുന്നുണ്ട്. ഇവിടെ ഭയങ്കര ക്യൂ ആണ്. ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. നമുക്ക് ബോർഡിങ് ഉണ്ടെങ്കിലും ഇവിടെ ക്യൂ നിൽക്കണം. അത്ര ചെറിയൊരു എയർപോർട്ടാണ് ലങ്കാവിയിൽ. നമ്മളിപ്പോൾ അതിൻ്റെ ലോഞ്ചിൽ വന്നിരിക്കുകയാണ്.
മഴ പെയ്യുന്നുണ്ട് ഔട്ട് സൈഡിൽ. ഇന്ന് രാവിലെ മുതൽ ചെറിയ മഴയുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് വന്ന് 11:05 കോലാലംപൂർ ഗേറ്റ് 8 അവിടെ വെയിറ്റ് ചെയ്യുക. ഒരു കോഫിക്ക് 25 റിങ്കറ്റാണ്. അര ഗ്ലാസ് പോലും ഇല്ല, ഈ വലിപ്പമേ ഉള്ളൂ. അകത്ത് മുഴുവൻ പാലിൻ്റെ പാത. ഭയങ്കര എക്സ്പെൻസീവ് കോഫി. നമ്മളിങ്ങനെ നടന്നാണ് ഇവിടെ നിന്ന് വരിക. ലഗേജൊക്കെ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയാണ് പോകുന്നത്. വളരെ സിമ്പിൾ പഴയ ഒരു എയർപോർട്ട്. നമ്മളുടെ ഫ്ലൈറ്റ് എയർ ഏഷ്യ പോലെ 2-3 ഫ്ലൈറ്റ് വന്ന് കിടപ്പുണ്ട്. നടന്ന് കയറുക നേരെ ഫ്ലൈറ്റിലോട്ട്. അതൊരു നൈസ് അനുഭവമാണ്. പെട്ടിയെടുത്ത് സ്റ്റെപ്പിൽ കയറി പോകുന്നു. ഫ്ലൈറ്റിലെത്തി. Features of this aircraft. As your safety is our concern and the safety features may differ from other aircraft, നമ്മളെ ലങ്കാവി എയർപോർട്ടിലെ റൺവേയിലാണ് in front of you. Bearing in mind that the nearest exit may be behind you. In the event of a landing on water, slide rafts are located at all exits except exit B and C. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അത്രയും വലുപ്പം During evacuation, എല്ലാം ചെറുതാണ് ഈ leave your hand എയർപോർട്ട്. luggage. വളരെ ചെറുത്. അങ്ങനെ If നോക്കിയാൽ smoke is present, keep low. ഇവിടുന്ന് ഏതൊരു ഹെലികോപ്റ്റർ എന്താ വരുന്നുണ്ട്. അതായത് ഇവർ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടോ, ഒരു ഹെലികോപ്റ്റർ. അതാ അവരിവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. ആ ഹെലികോപ്റ്റർ അവിടെ ലാൻഡ് ചെയ്യുക. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. അതിൽ ഇവർ കുറേ നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുക. ഒരു ഹെലികോപ്റ്റർ ഓൾറെഡി അവിടെ ലാൻഡായി. പക്ഷേ അതല്ലെന്ന് തോന്നുന്നു, ഇവർ വെയിറ്റിങ്ങില്ല എപ്പോഴും. ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്യാനുണ്ടായിരുന്നു, അതാണ് വെയിറ്റ് ചെയ്തത്. ലാൻഡ് ചെയ്തു. ഈ ഫ്ലൈറ്റ് മൂവ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ലങ്കാവിൽ നിന്ന് ടേക്ക് ഓഫായി. ലങ്കാവിൽ നിന്ന് നമ്മൾ ടേക്ക് ഓഫായി. ലങ്കാവി ഐലൻഡ് ആകാശക്കാഴ്ചയാണിത്. നമ്മൾ കോലാലംപൂർ ലാൻഡ് ചെയ്യാൻ പോകുന്നു. പാം ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മരങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ. ഭയങ്കര വലിയൊരു സിറ്റിയാണ് കോലാലംപൂർ. നല്ല ബ്യൂട്ടിഫുള്ളാണ്, പച്ചപ്പൊക്കെ ആയിട്ട്. ഇതിലൊരു നദി ഒഴുകുന്നുണ്ട്. മുഴുവൻ പാം ട്രീസാണ്. ഈ കാണുന്ന ഏരിയ മുഴുവൻ പാം ട്രീസാണ്. ഒരു എയർപോർട്ടിൽ നമ്മൾ ടാക്സി എടുക്കുകയാണെങ്കിൽ ഒരു 150 റിങ്കറ്റ് കൊടുക്കണം ഡൗൺ ടൗണിലെത്താൻ. ഊബർ ആണെങ്കിൽ, ഗ്രാബ് എടുക്കുകയാണെങ്കിൽ സിറ്റിയിൽ നിന്ന് തിരിച്ചാണ് ഒരു 85 നമുക്ക് എത്താം റിങ്കറ്റ്. ലാൻഡാവും. എയർപോർട്ടിൻ്റെ ബൗണ്ടറി കയറി അതാണ്ട് ലാൻഡിങ്. ഒരു ഭയങ്കര ഇടിയിലാണ് ഇട്ടത്. അതൊക്കെ നമ്മുടെ എയർ ഇന്ത്യയുടെ ലാൻഡിങ് സ്മൂത്ത് ലാൻഡിങ് ആയിരിക്കും. അതൊക്കെ ആ പൈലറ്റിൻ്റെ കഴിവാണ്. ഒരു ലാൻഡിങ് എങ്ങനെ സ്മൂത്തായിട്ട് ലാൻഡ് ചെയ്യണം എന്നുള്ളത് ആ പൈലറ്റിൻ്റെ കഴിവാണ്. അത്യാവശ്യം നല്ല രസമുള്ള എയർപോർട്ടാണ്. ഈ യാത്രയിൽ ഈ 15 ദിവസം കൊണ്ട് 9 ലാൻഡിങ് 9 ടേക്ക് ഓഫ് ചെയ്യും. നമ്മൾ പിന്നെയും കോലാലംപൂർ ലാൻഡായി. ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് നേരെ പോകേണ്ടത് നാളെ ബാലിയാണ്.
പിന്നെയും നമ്മൾ വരും ഈ എയർപോർട്ടിലോട്ട്. എയർപോർട്ടിനകത്തൂടെ ഏതാണ്ട് 1 കിലോമീറ്റർ നടന്ന് ഇങ്ങനെ ഡിപ്പാർച്ചർ ഗേറ്റിൽ വരണം. ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് കുറേ നേരമായി. നടപ്പിങ്ങനെ തുടരുകയാണ്. എയർപോർട്ടിനകത്തൂടെയുള്ള നടപ്പ് ഏതാണ്ട് കുറേ ദൂരം നടക്കണം. ടെർമിനൽ പടർന്ന് കിടക്കുവാണ്. ഇതാ ഇങ്ങനെ അറൈവലിലെത്തി, അറൈവൽ ഗേറ്റിലെത്തി. ഇനിയിപ്പം ഇവിടെ നിന്നൊന്ന് നേരെ ഹോട്ടൽ. നമ്മുടെ ടാക്സി ഡ്രൈവർ ഇപ്പം വെളിയിൽ വരും, മിസ്റ്റർ ആൽഫ്രഡ്. ചൈനീസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഇവിടെ കുറച്ച് ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരുമിച്ച് വന്ന് ഇറങ്ങി വന്നത് ഭയങ്കര ക്രൗഡാണ്. എല്ലാ ബെൽറ്റിലും ഭയങ്കര തിരക്കാണ്. നമുക്ക് പിന്നെ ലഗേജൊന്നും ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് നേരെ അങ്ങ് ഇറങ്ങിപ്പോം. എഴുതി കണ്ടപ്പോഴത്തേക്ക് കുഞ്ഞുണ്ണിയെ ഓർത്ത്. അവന് ഹോട്ട് വീൽസിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, അത് കളക്ട് ചെയ്യാന്നുള്ളത്. വൈകിട്ട് 4 മണി മുതൽ മഴയുണ്ടെന്നാണ് കാലാവസ്ഥ പറയുന്നത്. ഇപ്പോൾ നമ്മൾ സിറ്റിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ചെറിയ തോതിൽ മഴ കാണും. നമ്മൾ അങ്ങനെ അറൈവലിലെത്തി. ഇനിയും നടക്കണം ഔട്ട്സൈഡിലോട്ട്. ഇത് എയർ ഏഷ്യ വന്ന് ലാൻഡ് ചെയ്യുന്ന എയർപോർട്ടാണ്. ടെർമിനൽ 4. നമ്മളിവിടെ നിന്ന് അങ്ങനെ പോവുകയാണ്. പോളോ ഹോസ്. ഓ, ഇത് നമ്മുടെ ആ പോളോ തന്നെ, സെയിം പോളോ. ഓരോ കടകളിങ്ങനെ കണ്ടും തിരിഞ്ഞും മറിഞ്ഞും നടന്ന് നമ്മൾ എക്സിറ്റ് നോക്കി പോവുക. എംപയർ സുഷി, ഒരു ജപ്പനീസ് റെസ്റ്റോറൻറ്റ്. മലേഷ്യയിലും ഇന്തോനേഷ്യയിലൊക്കെ ഒത്തിരി പേര് ആ ഒരു ജപ്പനീസ് ഫുഡ് ഇഷ്ടപ്പെടുന്നവരും ആ ഒരു റേഞ്ച് ആൾക്കാരും ആയതുകൊണ്ട് ഇഷ്ടംപോലെ റെസ്റ്റോറൻ്റ് ഉണ്ട്. സുഷിയും അതുപോലെ തായിയും അതൊക്കെ ഓൾമോസ്റ്റ് മലേഷ്യ ആയിട്ട് ലിങ്ക് ഉണ്ട്. അവരുടെ ഫുഡും ഇവരുടെ ഫുഡും ഒക്കെ ആയിട്ട് അതുകൊണ്ട് ഒത്തിരി റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റും ഉണ്ട്. ലങ്കാവിൽ 2-3-4 ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടു. അവസാനം നമ്മൾ പുറം ലോകം കണ്ടു. ഇനിയും ടാക്സിക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാം. നമ്മൾ we are coming from Langkawi. Yeah, I saw your flight ticket, man. നമ്മൾ എയർപോർട്ടിൽ നിന്ന് വീട്ടിലോട്ട് പോവാം. ടോളുകൾ ഇങ്ങനെ കവർ ചെയ്ത് നമ്മൾ ഓടിക്കൊണ്ടേ ഇരിക്കുക. 3-4 ടോള് കവർ ചെയ്ത് പോകണം. 3 റിങ്കറ്റ് വെച്ചാണ് ഓരോ ടോളും. നമ്മളങ്ങനെ ഹോട്ടലിൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടേ ഇരിക്കുന്നു. മാഡൻ, സ്റ്റീവ് മാഡൻ. നമ്മൾ ഇവിടെ കയറിയിട്ട് എന്തെങ്കിലും ഡ്രസ്സ് മേടിക്കാമെന്ന് വിചാരിക്കുന്നു. അണ്ടർ ആർമറിൽ ഫസ്റ്റ് ടൈം നമ്മൾ മലേഷ്യ വന്നിട്ട് ഇതുപോലൊരു മോളി വരുന്നത്. ചൈനീസ് ന്യൂ ഇയറിനോട് അനുബന്ധിച്ച് ഉള്ള ഡെക്കോറാണ് ഇതൊക്കെ. ഡെക്കറേഷൻ സാധനങ്ങൾ വീടുകളിൽ അവരിങ്ങനെ ഡെക്കോർ ചെയ്യും. അപ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടിയാണ് അവരിതെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ആൾക്കാർ വന്ന് വാങ്ങും. ഇതെല്ലാം ഗിഫ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ അവർ വാങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത്, നമ്മുടെ നാട്ടിലെയൊക്കെ പോലെ. ചൈനീസ് ന്യൂ ഇയറിൻ്റെ ഒരു സംഭവം എല്ലായിടത്തും വെച്ചിരിക്കുന്നത്, ഓരോ ഡെക്കോറും കാര്യങ്ങളും. കിട്ടുന്ന അതേ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഓൾമോസ്റ്റ്. കുറച്ച് പിന്നെ
മലേഷ്യയുടേതായ കുറച്ച് ബ്രാൻഡും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഉണ്ടെന്നല്ലാതെ എല്ലാം നമ്മളിവിടെ കിട്ടുന്നതാണ്. പിന്നെ കുറച്ച് വില കുറവുണ്ട് ഇവിടെ. ഇവിടെ റിങ്കറ്റിൽ വെച്ച് നോക്കുമ്പോൾ കുറേ കൂടെ വില കുറവുണ്ട്. ചിലയിടത്തൊക്കെ ഓഫറുണ്ട്. ഇപ്പോൾ ചൈനീസ് ന്യൂ ഇയറിൻ്റെ ഓഫർ നടക്കുന്നുണ്ട് എല്ലായിടത്തും. ചിലയിടത്ത് സെയിലാണ്, ചിലയിടത്ത് 50% ഡിസ്കൗണ്ടാണ്. അങ്ങനെ നമ്മളങ്ങനെ ഇവിടെ എല്ലാം കറങ്ങി തിരികെ ഇപ്പോൾ വന്നിട്ട് അടുത്ത പ്ലേസിലോട്ട് പോവുകയാണ്. ഇതൊക്കെ നമ്മൾ കേൾക്കാത്ത ബ്രാൻഡുകളാണ്. എല്ലാം പ്രൈസ് ആവറേജ് ഒരു 100, 150, 170, 200. എല്ലായിടത്തും ഒരു ചൈനീസ് മാമാങ്കമാണ് നടക്കുന്നത്. നമ്മൾ രാവിലെ ബുക്കിംഗ് ബിന്താങ് ആ സ്ട്രീറ്റിൽ വന്നു. ഇത് പവലിയൻ മോളാണ്. ഇത് റെസിഡൻസും അതുപോലെ തന്നെ ഷോപ്പിംഗ് മോളും ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഏരിയ. ഇതാ കാണുന്നതാണ് പവലിയൻ സൂട്ട്. ഭയങ്കര വലിയൊരു സ്കൈ റൈസ് ബിൽഡിംഗ് ആണത്. ഇവിടെ എല്ലാം ബ്രാൻഡ് ഔട്ട്ലെറ്റ് കാര്യങ്ങളും കിട്ടും. ഇതിൻ്റെ ഫ്രണ്ടിൽ JW മാരിയറ്റ് ഉണ്ട്. പവലിയൻ മോൾ. നൈസ് ഡെക്കോർ, ബ്യൂട്ടിഫുൾ ആയിട്ടാണത് ചെയ്തിരിക്കുന്നത്. ഇതൊരു മെയിൻ സ്ട്രീറ്റിൽ ഇങ്ങനെ ഡെക്കോർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് കാണുമ്പോഴേ ഇത് പബ്ലിക് സ്ട്രീറ്റാണ്, അതിനകത്താണ് ഈ ഡെക്കോർ. നല്ല രസമുണ്ട് കാണാൻ. ഓരോ ബ്രാൻഡ് ഔട്ട്ലെറ്റ്സാണ് ഈ ഒരു സ്ട്രീറ്റിൽ, ഈ പവലിയൻ എന്ന് പറഞ്ഞ ബിൽഡിങ്ങിലും ഉള്ളത്. എക്സ്പെൻസീവായിട്ടുള്ള ബ്രാൻഡുകൾ അവിടെ തന്നെ കാണാം. കോച്ചുണ്ട്, കോസ് എന്ന് പറഞ്ഞ ബ്രാൻഡുണ്ട്, ലൂയി വിറ്റൺ ഉണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ മലേഷ്യ വന്ന് കോലാലംപൂരിൽ വന്നാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ട്രീറ്റാണ് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ബുക്കിറ്റ് ബിന്താങ് എന്ന് പറഞ്ഞ സ്ട്രീറ്റ്. ബുക്കിറ്റ് ബിന്താങ്. പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചൈനീസ് ന്യൂ ഇയറിൻ്റെ ഒരു എക്സ്ട്രാ ഡെക്കറേഷൻ എല്ലാ ബിൽഡിങ്ങിലും കാണാം നമുക്ക്. കണ്ടോ, ഇങ്ങനെ ഇതെല്ലായിടത്തും ഉണ്ട് ഇതുപോലത്തെ ഡെക്കോർ. ഇവിടെ എല്ലാം ഉണ്ട്, എല്ലാ ബിൽഡിങ്ങിലും അത് ചൈനീസ് ഡെക്കോറുണ്ട്, പ്രത്യേകിച്ച് ചൈനീസ് ന്യൂ ഇയറിൻ്റെ. രാവിലെ തന്നെ ഷവർമയെല്ലാം റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് ആൾക്കാർ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ. അപ്പം ഷവർമ എന്ന് പറയുന്ന സാധനം ഇവിടെ കണ്ടമാനം പോകുന്നുണ്ടോ? ഇവിടുത്തെ ഒരു ഷവർമ ഉണ്ടോ? അത്യാവശ്യം ഒരാൾ പൊക്കമുണ്ട്. എല്ലാം അറബ്സാണ് ഇവിടെ വർക്ക് ചെയ്യുന്നവർ, കണ്ടാലേ അറിയാം. എന്താ തുർക്കിഷാണെന്ന് തോന്നുന്നു, അല്ലെ സിറിയൻസ്. അതെ, സിറിയൻസ് ആണ്. ഡെമാസ്കസ് റെസ്റ്റോറൻറ്റ്, അറബിക് റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ ഒരു ഷവർമയുടെ വില എന്ന് പറയുന്നത് ഒരു ഷവർമയ്ക്ക് 15 റിങ്കറ്റാണ്. നമ്മുടെ അവിടെ സൗദിയിൽ കിട്ടുന്ന ഷവർമ 8 റിയാലിന് കിട്ടുന്ന അതേ ഷവർമ ഇവിടെ 15 റിങ്കറ്റ്, അതായത് ഡബിൾ പൈസയാണ്. സൗദി റിയാലും റിങ്കറ്റും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. 1 റിയാൽ ഈസ് ഈക്വൽ ടു 1.2 റിങ്കറ്റാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഷവർമ ഈസ് എക്സ്പെൻസീവ്. മോണോറയിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ ഇതാണ്, പാർക്ക് റോയൽ. ഈ ഹോട്ടലാണ് താമസിച്ചിരുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ കുറേ കൂടെ ക്രൗഡായേ. നമ്മളിതാ ഈ റൂട്ടിൽ കൂടെ ഇതുവഴിയാണ് നടന്ന് ഇങ്ങോട്ടും വന്നുകൊണ്ടിരുന്നത് നേരത്തെ. ഇതാണ് ഇതിൻ്റെ സ്റ്റേഷൻ, മോണോറെയിൽ. എന്തോ പരിപാടി നടക്കുന്നുണ്ട്. ആൾക്കാരെല്ലാം യൂണിഫോം ഒക്കെ ഇട്ട് ഇവിടെ വന്ന് നിൽപ്പുണ്ട്.
എല്ലാം മോസ്റ്റ്ലി ചൈനീസ് മലേഷ്യൻസാണ്. ഇതാണ് ബുക്കിറ്റ് ബിന്താങ് സ്റ്റേഷൻ. ഇത് 10-12 വർഷം മുമ്പ് ഇതുവഴി വന്നിട്ടുള്ള സ്ഥലങ്ങളാണ്. അന്ന് കുട്ടികൾ കൂടെ ഉണ്ടായിരുന്നു, ചക്കും രാവിലും. നമ്മൾ ബുക്കിറ്റ് ബിന്താങ്ങിൻ്റെ സ്റ്റേഷനിൽ വന്നു. നമുക്ക് ഇത് കയറിയിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാം. നമ്മളിവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു. ഒരു ടോക്കനാണ് കിട്ടുക, ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. അതിവിടെ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഡോറ് തുറക്കും. ഇത് വളരെ പഴയ ഒരു സെറ്റപ്പ് തന്നെ, പണ്ടുണ്ടായിരുന്ന മേ ബി മോർ ഓർ ലെസ് 20 years old. വന്നതാണ് നമ്മൾ ട്രെയിനകത്ത് കയറി. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ, ബുക്കിറ്റ് ബിന്താങ്. കഴിഞ്ഞ അടുത്ത രാജാ ചുലാൻ, പിന്നെ ബുക്കിറ്റ് നാനാസ്, മദൻ തുവാങ്കു, പിന്നെ തിത്വാങ്കസ. തിരിച്ചു പോവാണ് KL സെൻറ്ററിലോട്ട് പോകാം. KL സെൻറ്റർ മുതൽ തിത്വാങ്സ എന്ന് പറഞ്ഞ സ്ഥലം വരെ, അതായത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 സ്റ്റേഷൻ. നമുക്ക് കിട്ടിയ കോയിൻ തിരിച്ച് കിഴുത്താൽ അവിടെ ഒരു ഹോളുണ്ട്, അതിനകത്ത് ഇട്ടു. നമുക്ക് ഡോറ് തുറന്നു തന്നു. തിരിച്ച് നമ്മൾ എക്സിറ്റ് അടിച്ച് പോകുന്നു. കോലാലംപൂരിലെ പബ്ലിക് ട്രാൻസ്പോർട്ട്. നമ്മളിപ്പോൾ KL ടവറിൻ്റെ തൊട്ട് അടുത്തൂടെയാണ് നടന്നു പോകുന്നത്. ഇതാണ് KL ടവർ. രാത്രി കാണാനത് നല്ല ഭംഗി. നമ്മുടെ ഹോട്ടലിന് മുന്നിലെത്തി. ഇനിയിപ്പം പാക്കപ്പ് ചെയ്തു നേരെ എയർപോർട്ടിലോട്ട് പോകുന്നു. നമ്മൾ താമസിക്കുന്ന ഹോട്ടലും ഈ KL ടവറും തമ്മിൽ മാക്സിമം ഒരു 200-300 മീറ്ററിൻ്റെ പോലും ഇതില്ല. ഇവിടെ ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റും ഉണ്ട്, അതുപോലെ ഒരു ഇന്ത്യൻ പാകിസ്ഥാനി റെസ്റ്റോറൻ്റ് ഉണ്ട് നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ. ഇവിടെ ഹോളിഡേ ഇൻ എക്സ്പ്രസ് താമസിക്കുന്ന ഈ ഹോട്ടലാണ് ഇവിടെ നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. ഇതിൻ്റെ തൊട്ട് പുറകെ തന്നെ യാ ഹല എന്ന് പറയുന്ന ഒരു അറബ് റെസ്റ്റോറൻ്റ് ഉണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലത്തെ ആ ഒരു ജാപ്പനീസ് കൊക്കോത്തേ ഉണ്ട്, ഇന്ത്യൻ പാകിസ്ഥാനി റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടെ എല്ലാ സംഭവങ്ങളുണ്ട്. വലിയ കോസ്റ്റ് എഫക്റ്റീവ്, ഹൈ എഫക്റ്റ് ആകില്ല ഇവിടുത്തെ ഒക്കെ മെനു പ്രൈസ്. ഇവിടെ ലഞ്ച് മെനു 35 റിംഗറ്റ്, അതായത് 35 സൗദി റിയാൽ, വളരെ നോർമൽ. ലങ്കാവിയിൽ നിന്ന് നമ്മൾ നേരെ കോലാലംപൂർ എത്തി. കോലാലംപൂർ ഒരു ദിവസമായിരുന്നു ഉള്ളത്. രാവിലത്തെ ഫ്ലൈറ്റിൻ്റെ ഒരു ട്രാൻസിറ്റ് ഇഷ്യൂസ് വന്നതുകൊണ്ടാണ് തിരിച്ച് നമ്മൾ കോലാലംപൂർ എത്തിയത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വേറെ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ വഴി നമുക്ക് ഡയറക്റ്റ് ബാലിക്ക് പോകാമായിരുന്നു. പക്ഷേ കോലാലംപൂർ വരാതെ പറ്റില്ലായിരുന്നു. അങ്ങനെ ഇവിടെ സിറ്റി എല്ലാം കറങ്ങി. ഇനിയിപ്പം നമ്മൾ പാക്കപ്പ് ചെയ്തിട്ട് നേരെ ഇപ്പോൾ ഇവിടെ നിന്ന് നാളെ രാവിലെ നമ്മൾ ബാലിക്ക് പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ബാലി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം.